ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. ആണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും ഒന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ്. ലുങ്കി ഡാൻസ് കേട്ടിട്ടുണ്ട്, ജെട്ടി ഡാൻസ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഷാജി എല്ലാവർക്കും അറിയാമല്ലോ. ഷാജി വന്നിട്ട് பெரிய ஆளு வந்து அங்க இருந்து அப்படியே போயிட்டு இருக்கு. ഒരു സമയത്ത് നമ്മൾ ആദ്യം യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പ്രത്യേകിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്തു തുടക്കത്തിൽ ഷാജിദെ. കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ ഭർത്താവ്, അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ഷാജിയും കുറച്ച് മക്കൾ, ഇതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ വൻ ഉടായ്പാണ്, എല്ലാവരെയും ചെളിവരെ അടിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ പതുക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത് എല്ലാവരും കൂടി തന്നെ അവർക്കെതിരെ വീഡിയോ ചെയ്ത്, പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ അവർ വീഡിയോ ചെയ്ത്, പിന്നെ അവർ കുറെ ഇന്റർവ്യൂ കൊടുത്ത്, അങ്ങനെ ഇങ്ങനെ മൊത്തം അലങ്കോലം ആയിട്ട് കിടന്നതാണ്. എന്നാൽ ഇന്ന് ഷാജിയുടെ ഒരു അറിവില്ലാത്ത സമയത്താണ് പുതിയ ജെട്ടിക്കഥയുമായിട്ട് ഷാജി രംഗത്ത് വരുന്നത്. അതും സ്വന്തം ഉമ്മാന്റെ ജെട്ടി ഡാൻസ് ഡൗൺലോഡില്ല വീഡിയോ പിടിച്ചും കൊണ്ട് എടുത്ത് യൂട്യൂബിലിട്ട് നാറ്റിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഒന്നാം തരം പോക്കൃത്തനമെന്നൊന്നും പറഞ്ഞാൽ കൂടി പോവില്ല. അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ പറയാനാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ വിട്ടുവെച്ചേക്കുന്നേ പറയാനുള്ളൂ. കൊള്ളാടെ, കുടുംബത്തിൽ ഓരോരുത്തരായിട്ട് കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. ആദ്യം ഭർത്താവിന്റെ കുടുംബത്തിന്റെ മൊത്തം കുറ്റം പറഞ്ഞു. ഇനി അവിടെ ആരും കുറ്റം പറയാൻ ബാക്കിയില്ലാതെ വന്നപ്പോൾ ഇനി ആരെ കുറ്റം പറയും, ആരെ കുറിച്ച് ഞാൻ എന്ത് അപരാധം പറയും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് സ്വന്തം ഉമ്മാനെ കിട്ടിയത്. സ്വന്തം ഉമ്മാനെയും അങ്ങനെ ജെട്ടി ഡാൻസ് പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഉമ്മാനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഉമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു ചരിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു രീതിയിലും ഞാൻ ഉമ്മയെ കുറ്റം പറയത്തില്ല, ഒരു രീതിയിലും 100% ഷാജിദയുടെ ഉമ്മയോടൊപ്പം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവള് പണ്ടേ ഒരുമാതിരി ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രോഡ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിഹിതത്തിന്റെ കേസ് വരെയൊക്കെ നമ്മൾ കുത്തിപ്പൊക്കി ഏതൊക്കെ ലെവലിൽ എത്തിയിട്ടുണ്ടെന്ന്, ഏത് ഷറാദിന യാവനൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ട് ഇവളെ ഒരു കാരണവശാലും ഞാൻ ന്യായീകരിക്കത്തില്ല, എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. റീച്ചിന് വേണ്ടി എന്ത് കോപ്രായോ എന്ത് പോങ്ങത്തനവും കാണിച്ചു കൂട്ടുന്ന ഒരു ഫാമിലി വ്ളോഗറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലതരം ഉടായ്പകൾ കാണിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും സ്വന്തം വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ചെളിവാരി അടിച്ച് ഉടായ്പിന്റെ പീക്ക് ലെവലിൽ നിന്ന് കാണിക്കുന്ന, അതും സ്വന്തം ഉമ്മയുടെ ഷെഡി ഡാൻസ് എടുത്ത് പുറത്തു വിടുമെന്ന് പറയുന്ന ഒരു മകൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. നിങ്ങളും അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക, കമന്റും കൂടി അടിക്കുക. കണ്ടു നോക്കാം. അന്ന് രാവിലെ എൻ്റെ ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡിൻ്റെതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ അല്ല. എൻ്റെ ഉമ്മ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിൽ, എൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസൻ്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത്, അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് എന്താ പറയുക, പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റിമറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ, അങ്ങനെ ഓരോരോ പണിസ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കുക. കോടതി അതൊരു തെളിവേ അല്ല. പിന്നെ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് പോലീസുകാരനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കള്ളസാക്ഷിയും കൊണ്ടുവരാൻ? അങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരനെതിരെ ആദ്യം നടപടി എടുക്കണം. ഷാജിദ ആരാണ് ആ പോലീസുകാരനെന്ന് ഉറപ്പായിട്ട് വ്യക്തമാക്കണം. ഇത് വേറൊരു രീതിയിൽ പോകുന്ന കേസാണ്. അങ്ങനെ ഒരു പോലീസുകാരൻ ഒരു കള്ളസാക്ഷി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് പിരിച്ചുവിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് വളരെ ഒരു ക്രൈം തന്നെയാണ് ആ പോലീസുകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത്. അതിന്റെ റീസൺ ഒരു നിരപരാധിയായ ഒരു വ്യക്തിക്കെതിരെയാണ് നിങ്ങളെ സാക്ഷി കൊണ്ടുവരാൻ പറയുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അത് പക്ക ഒരു ഫ്രോഡ് പരിപാടിയാണ്, പക്ക ക്രൈമാണ്.
ചെറുതായിട്ട് വിടാൻ പറ്റുന്ന ഒരു കേസല്ല. പ്രത്യേകിച്ച് ഷാജിദ വന്നിട്ട് ഒരു സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ ഇതിന് സാക്ഷികളില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി കള്ളസാക്ഷി കൊണ്ടുപോവാ എന്ന് പറയുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ടും തോന്നിയിട്ടില്ല. അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ആങ്ങളേരെ അമ്മേരെ മറ്റേ സഹോദരൻ കയറി അടിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, അവനെതിരെ നടപടി എടുക്കണം. പക്ഷേ കള്ളസാക്ഷി കൊണ്ടുവരാൻ പറഞ്ഞ പോലീസിനെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് പുറത്താക്കണമെന്നാണ് എന്റെയും ഒരു അഭിപ്രായം. ഇതൊക്കെ എന്തുപാടേ? അങ്ങനെ തോന്നിയ ദിവസങ്ങളൊന്നും കാണിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, ഏത് പോലീസുകാരനായാലും. ഇനി ഇതൊന്നും അല്ലടേ, ഇതിന്റെ ഹൈലൈറ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സുഹൃത്തുക്കളെ, നമുക്ക് കുറെ അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ വിഷയത്തിൽ. എനിക്ക് പ്രഗ്നന്റ് ആയി, എന്റെ ഇക്ക മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള്, അവളുടെ മകള് തള്ളെ പിറുവിറുക്കണ്ട. പിറുവിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. പിറുവിറുക്കണ്ട. ഓ, സ്വന്തം തള്ളയെ കുറിച്ചിട്ടാണ് പറയുന്നത്. തള്ളേ 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 തള്ളെ പിറുവിറുത്താൻ ഞാൻ വീഡിയോ എടുത്ത് പുറത്തിടും. എന്തുവാടാ ഇത്? എന്തുവാ ഇതൊക്കെ? ഒരു മകളാ, ഇതൊക്കെ ഒരു കുടുംബം? എന്തുവാടാ ഇതൊക്കെ? തല്ലേ 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 അമ്മേനെ വിളിക്കുന്ന വാക്കുകൾ നമ്മൾ വിളിക്കും, കോമഡിക്കൊക്കെ വിളിക്കും, ഏത് കളിയാക്കിയൊക്കെ വിളിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് അല്ലാതെ സീരിയസ് ആയിട്ട് തള്ളേ 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 എന്നൊന്നും കയറി വിളിക്കാറില്ല. ഇവിടെ തള്ളേ, നിങ്ങൾ മിണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ വൈറലാക്കുമെന്ന്. എല്ലാം ഒരു മോള്. ആ അമ്മ ഇവിടെ അടിച്ചിറക്കിയില്ലെങ്കിലേ അതിശയുള്ളൂ. ഉള്ള കാര്യം പറയാം, അടിച്ചിറക്കണം. അടിച്ചിറക്കിയില്ലെങ്കിൽ ഞാൻ കുറ്റം പറഞ്ഞാണ്. വായ് പിറുവിറുക്കാണ്ടിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും. പിറു 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കാണ്, ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ്. ഇരിക്കണം. എന്തിനാ എന്നെ പിറുപിറു പറയണേ? എന്താ പ്രാന്തുണ്ടോ നിങ്ങക്ക്? അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കേട്ടോ നമ്മള് എന്താണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവ് തന്നെയാണ്. എന്റെ മാനം പോവും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ. സ്വന്തം ഉമ്മാന്റെ ജിട്ടി ഡാൻസ് എടുത്ത് പുറത്തിടുമെന്നാണ് ഷാജിദ പറയുന്നത്. എന്ത് മോളാടാ? നീയൊക്കെ ഒരു മോളാടി? എനിക്കിതേ ചോദിക്കാനുള്ളൂ. ഇങ്ങനെയാണോ ഒരു മോള്? എന്തുവാടാ ഇത് നടക്കുന്നത്? സ്വന്തം ഉമ്മാന്റെ ജിട്ടി ഡാൻസ് പുറത്തുവിടുമെന്ന്. ഇതെല്ലാം ഒരു മകൾ. ഇപ്പിടിയെ ഒരു മകൾ ഇരുന്നാലേ പോതും ഒരു കുടുംബത്തിക്ക് കുളം തോണ്ടാനായിട്ട്. ഇങ്ങനെ മക്കളുണ്ടെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? വളരെയധികം ആഭാസവും അപരാധവുമാണ് കാണിക്കുന്നത്. അതിന്റെ പീക്ക് ലെവലിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഉള്ള കാര്യം പറയാം, ഇങ്ങനെയൊക്കെ പറ്റൂടെ ഒരു മോൾക്ക് സ്വന്തം ഉമ്മന്റെ ഷെഡി ഡാൻസ് എടുത്ത് യൂട്യൂബിലിടാൻ? നല്ല മോള് അവളെ മടൽ വെട്ടിയാണ് അടിക്കേണ്ടത്. സത്യം പറഞ്ഞ ആ ഉമ്മ പുറത്താക്കും മുമ്പ് ഒന്നും ചെയ്തില്ലേ? എന്തായാലും ചെയ്യേണ്ടതായിരുന്നു. സത്യം, ഇങ്ങനെ ഒരു മോളെ നിങ്ങൾ പ്രസവിച്ചല്ലോ എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. സ്വന്തം മക്കൾ കാരണം സാധാരണ ഓരോ മാതാപിതാക്കൾ അഭിമാനിക്കുകയാണ് ചെയ്യണം. എന്നാൽ ഇവിടെ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മകള് കാരണം. അവരുടെ അവസ്ഥ അല്ലാതെ എന്ത് പറയാം? എന്റെ മാനം പോവും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അപ്പനെ പറയണ്ട. അപ്പനെ നിങ്ങൾ നോക്കണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട. ഞാൻ നോക്കും. എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും. വരാൻ പറയും, ഞാൻ എന്റെ വീട്ടിൽ കൊടുന്നിരുത്തും. എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. ഞാൻ കൊടുന്നിരുത്തും. നന്നായി അന്തസ്സായി ഷാജി നോക്കും. ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട്. ഞാൻ നോക്കും. നിങ്ങളെ ആട്ടിവിടണ പോലെ അല്ല എന്റെ അത്താനെ. നിങ്ങളെ ആട്ടിവിടെ മടാളും കത്തിയെടുത്തിട്ട് ആട്ടിവിടണ അല്ല. പാതുകാപ്പ് നിങ്ങൾക്ക് എന്തിനാ പാതുകാപ്പ്? നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതുകാപ്പാൻ. അങ്ങനെ നമ്മള് അവിടെ എത്തി, സൗരിവാളയം എത്തി. ഞങ്ങള് ബസ് ഇറങ്ങിയിട്ട് നേരെ സൗരിവാളയല്ല കേട്ടോ, ഉടയവും വളയാണ്. ആ തള്ള ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. അത് നിങ്ങള് കണക്കാക്കണ്ട, അതങ്ങനെയാണ്. 60 വയസ്സായ ചൊറിയെന്നാ പറയുന്നത്. എന്നെ പോലെ ഒരു മോളുണ്ടെങ്കിൽ ആ തള്ള പിറുപിറുക്കുന്നതില് ഒരു അതിശയവും ഞാൻ കാണുന്നില്ല. ഇതൊരു വോയിസ് ഓവർ വീഡിയോ ആണ്. വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന പരിപാടിയാണ്. വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാമായിരുന്നു, പക്ഷെ അത് ചെയ്തോ ഇല്ല. പകരം സ്വന്തം ഉമ്മാനെ ചെളികാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിവിടെ ശരിയായിട്ട് തോന്നുന്നത് ആ ഉമ്മാന്റെ ഭാഗത്താണ്. ഇവിടെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഉള്ള കാര്യം പറയല്ല. ഇവിടെ പണ്ടേ ഉടായ്പ പരിപാടികളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ, നമ്മൾ വിമർശിച്ചിട്ടുള്ളത് തന്നെ, സംസാരിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് ഇവളിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. വേണമെങ്കിൽ ആ ഓൺ വോയിസിൽ അത് കട്ട് ചെയ്ത് കളയാമായിരുന്നു. പക്ഷെ സ്വന്തം ഉമ്മാന്റെ ഷെഡി ഡാൻസ് അടക്കം എടുത്ത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഇവളെ പോലെ ഒരു മകൾ, ആ ഉമ്മാക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒന്നും കുറച്ചിലായിട്ട് കിട്ടാനില്ല. പെറ്റുപോയല്ലോ എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവളെ കിടന്ന് എത്ര മെഴുകിയാലും എനിക്ക് വിശ്വാസമൊന്നുമില്ലടേ. ഇവളയിൽ നിന്നൊക്കെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും കൊള്ളാം. ഇങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ
എല്ലാ ഉമ്മമാർക്കും എല്ലാ വാപ്പമാർക്കും അടിപൊളിയായിരിക്കും. സബാഷ്, ആർക്കും ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. 5 മക്കൾ നിനക്കുണ്ട്, അതിൻ്റെ ഒരു സഹതാപം നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ അത് വെച്ചിട്ട് മുതലാക്കി അഹങ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നിനക്കെതിരെ ആൾക്കാർ തിരിഞ്ഞിട്ടുള്ളത്. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെ നീ തന്നെ ഒരു സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നിന്റെ നാശം. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ 10 ആൾ അറിഞ്ഞത്. ആ ഒരു ബോധം നിനക്കുണ്ടായ വളരെ നല്ല കാര്യമായിരിക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.